വെള്ളാപ്പള്ളിയുടെ കാര്യം. ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് പത്മവിഭൂഷൺ ഇന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇതുപോലെ ഒരു പെരും കള്ളന് ഇങ്ങനെ ഒരു അവാർഡ് കൊടുത്ത ചരിത്രം ആര് നേടി? BJP നേടി. ഇയാൾ എന്താണ് ഇയാളുടെ കോൺട്രിബ്യൂഷൻ? അദ്ദേഹം എന്താണ് ചെയ്തത്? ഈ വികട ഗുരു ഇയാളെ അല്ല ആദ്യം പിടിക്കേണ്ടത്, ആ KL അശോകൻ എന്ന് പറയുന്ന ആളെ കൂടെ പിടിക്കണം. പോലീസ് FIR ഇട്ടിട്ട് ഇവിടെ നമ്മുടെ 112 FIR നമ്പർ, ഈ FIR നമ്പർ ഇട്ടിട്ട് ഇതുവരെ FIR-ൽ ഇട്ടിട്ട് പ്രതിയെ ചോദ്യം ചെയ്തിട്ടില്ല. ഇയാളുടെ പേരിലുള്ള ഒരു കേസുകളും ഇതുവരെ പൊങ്ങി വന്നിട്ടില്ല. ഇപ്പൊ ഒരുപാട് പ്രഷർ കൊടുത്തുകൊണ്ട് വിജിലൻസിൽ ഒരു സംഭവം വന്നു. ഇവിടെ തന്നെ ഈ പ്രസ് ക്ലബ്ബിൽ എത്രയോ പ്രാവശ്യം നമ്മൾ വെള്ളാപ്പള്ളിയെ പറ്റി സംസാരിച്ചു. അപ്പം ഇവിടെ കേന്ദ്രത്തിന്റെ സഹായവും സംസ്ഥാനത്തിന്റെ സഹായവും ഒരുപോലെ അദ്ദേഹത്തിന് കിട്ടുകയാണ്. ഈ പല പൊളിറ്റീഷ്യൻസിനും അദ്ദേഹവുമായിട്ട് വളരെയധികം അടുത്ത ബന്ധങ്ങളുണ്ട്. ഈ അടുത്ത ബന്ധം വെച്ചിട്ട് ഇയാൾ ശ്രീനാരായണ ഗുരുദേവന്റെ പേരും പറഞ്ഞ് ഈ പാവപ്പെട്ടവരുടെ ഈഴവരുടെ ആമാശയത്തിനകത്ത് കൈയിട്ട് വാരി ഈ മകനെ കേന്ദ്രത്തിൽ വെച്ചിട്ട് അവിടെ ഇവിടെയും വെച്ച് നെഗോഷിയേറ്റ് ചെയ്ത് ഇയാൾ ആരെയാണ് ഈ പൊട്ടരാക്കുന്നത്? നിയമത്തിന്റെ മുന്നിൽ ഇയാൾ കൊഞ്ഞനം കുത്തി കാണിക്കല്ലേ? ഇവിടെ കോടതിയൊന്നുമില്ലേ? എന്നെ പിടിച്ച് 4 പ്രാവശ്യം വെറുതെ പിടിച്ച് അകത്തിട്ടുണ്ടായിരുന്നല്ലോ. ഒരാളുടെ പേരിൽ FIR ഇട്ട ചോദ്യം ചെയ്യാനുള്ള ഒരു സാമാന്യത ഇവിടുത്തെ പോലീസിനില്ലേ? ആഭ്യന്തരമന്ത്രി എന്തുകൊണ്ട് ആ ഭാഗം നോക്കുന്നില്ല? ഈ വെള്ളാപ്പള്ളി എന്ത് രീതിയിലാണ് മാതൃക കാണിക്കുന്നത് സമൂഹത്തിൽ? ഗുരു പറഞ്ഞതിന് നേരെ ജാതി ചോദിക്കരുതെന്ന് പറഞ്ഞെങ്കിൽ ഇയാൾ ജാതിയെ ചോദിക്കുള്ളൂ. ഇയാളുടെ കൂട്ടത്തിൽ കുപ്പിയായിട്ട് നടന്ന ആളാണ്, കുപ്പി എണ്ണാൻ വേണ്ടി നടന്ന ആളാണ് അശോകനാണ് എല്ലാ കോളേജിൽ നിന്നും പൈസ എടുത്തിട്ട് എല്ലാ സ്ഥലത്തു നിന്നുള്ള കൈക്കൂലി മേടിച്ചിട്ട് ഇവരുടെ ഒരു രഹസ്യ ഗോഡൌണിൽ കൊണ്ടുവയ്ക്കുന്നത്. ED എന്താ ഇവരുടെ വീട്ടിൽ അന്വേഷിക്കാൻ പോകത്തില്ലേ? EDക്ക് ഇവരുടെ വീടും ഇവരുടെ പരിസരവും ഒന്നും അന്വേഷിക്കാൻ പറ്റില്ല? അവർക്ക് EDക്ക് അതൊന്നും അറിയത്തില്ല. അതുപോലെ ശാശ്വതികാനന്ദ സ്വാമിയുടെ മരണത്തിന്റെ കാര്യം ഇവര് തന്നെ ഓർഗനൈസ് ചെയ്ത് ഇവരുടെ തന്നെ ബന്ധുവിന്റെ നേതൃത്വത്തിൽ നടന്ന പോസ്റ്റ്മോർട്ടം. അതുപോലെ ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഈ സമദ്രോഹിനെ ഇപ്പൊ തന്നെ ഏതാണ്ട് 90 കഴിഞ്ഞു, എക്സ്പയർ ഇത് മറ്റേ ബലിക്കാക്കേനെ വരെ കൊതിപ്പിച്ചിടക്കുകയാണ്. എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലന് പോലും എടുക്കാൻ വേണ്ടെന്നാ പറയണേ. അവിടെയും സീനാവും കൊണ്ടുപോയാ. ഇയാൾക്കെതിരെ ജനം ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രതികരിക്കണം. ശ്രീനാരായണ ഗുരുവിന്റെ ധർമ്മം കംപ്ലീറ്റ് ഉടച്ചു നശിപ്പിച്ച ആള് ഇയാളെ ഇതുപോലെ പത്മവിഭൂഷണൊക്കെ കൊടുത്ത് ആദരിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് BJP കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് ഇവിടെ ഇരിക്കുന്നത്. ജനങ്ങൾ ചുമ്മാതല്ല BJPയെ വെറുക്കുന്നത്. കേരളത്തിൽ മോദിക്കും അമിത്ഷയ്ക്കും അബദ്ധങ്ങൾ പറ്റുന്നതിന് കാരണം ഇവിടുത്തെ BJP നേതാക്കളാണ്. ഇതുപോലുള്ള വേസ്റ്റുകളെ വീണ്ടും ചുമന്ന് അവിടെ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഈ സാക്ഷര കേരളത്തിലെ ജനങ്ങൾ